എല്ലാ കൂട്ടുകാരും ഷൈ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറത്തൊരു അമ്പലക്കുളത്തിലാണ്, പുതിയാവൂർ ക്ഷേത്രത്തിലാണ്. പുതിയാവൂർ ക്ഷേത്രത്തിനടുത്തുള്ള അമ്പലക്കുളത്തിലാണ്. എന്തായാലും കുട്ടികളൊക്കെ അവധിക്കാലത്ത് അടിച്ചു പൊടിക്കാനും നീന്താനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എന്തായാലും നമുക്ക് മമ്മൂക്കയുടെ ടർബോനെ കുറിച്ചൊന്ന് ചോദിച്ചു കളയാം. എന്താണ് അവരുടെ ഒരു റെസ്പോൺസ്? സിനിമ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, കണ്ടാലും ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അഭിപ്രായത്തെക്കുറിച്ച് നമുക്കറിയാം. എന്തായാലും ട്രെയിലറെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല ഇത്തരത്തിൻ്റെ. ഇവന്മാർ ക്യാമറയും ജിമ്മിലും കണ്ടപ്പോൾ തന്നെ പിന്നെ ഇവരുടെ എക്സ്ട്രാ കഴിവുകളൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങി. ചാട്ടം, ഓട്ടം, പിന്നെ നീന്തൽ, അങ്ങനെ കുറേ കാഴ്ചകളാണ് ഇവർ ഈ ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോൾ കാണിക്കാൻ തുടങ്ങിയേക്കുന്നത്. എന്തായാലും നമുക്ക് ഇവരുടെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം ടർബോ എന്ന ചിത്രത്തിൻ്റെ ഒരു റിവ്യൂവിനെ കുറിച്ച് ചോദിച്ചു കളയാം. സിനിമ കണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം, വാച്ച് ചെയ്യാം. പിള്ളേരുടെ ഒരു നീന്തലൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം, അതിന് ശേഷം നമുക്കൊന്ന് ചോദിക്കാം. ഇവന്മാരുടെ ഈ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അതായത് നമ്മളൊരു ചെറുപ്പകാലം നമ്മൾ പുറയിലേക്ക് പോയി. തീർച്ചയായിട്ടും ഇവന്മാരുടെ എൻജോയ്മെൻറ്റ് കണ്ടിട്ട് നമുക്കും അതുപോലെ വീണ്ടും കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട് ഈ ഒരു കുളത്തിലിറങ്ങി. എന്തായാലും ഇവന്മാരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോദിക്കാം. നമ്മുടെ മമ്മൂക്കയുടെ സിനിമയെക്കുറിച്ച് ചോദിക്കാം. എന്താണ് ഇവന്മാർ പറയണമെന്ന് അറിയാലോ നമുക്ക്. ഇവന്മാരുടെ ചാട്ടം കണ്ടിട്ട് നമുക്ക് പേടിയായി പോയി. കാരണം വെച്ചാൽ കറങ്ങി തിരിഞ്ഞൊക്കെ ചാടണം. ഒന്നും അത് കാണിക്കും, സൂപ്പർ ചാട്ടം. ശരിക്കും പറഞ്ഞാൽ നീന്തലൊരു കായികനായതുകൊണ്ട് ഇവന്മാരൊക്കെ ഇനി വലുതായപ്പോൾ സ്പോർട്സിലൊക്കെ കലക്കും എന്നാണ് തോന്നുന്നത്. ഇവന്മാർ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കുളിക്കാറുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അമ്പുതേ ചടമു എൻ്റെ പൊന്നു, ശരിക്കും സ്പോർട്സിലെ പോലെ തന്നെ അല്ലേ ഉമ്മറ നീന്തൽ. ഹലോ, നമസ്കാരം. മുങ്ങിക്കളഞ്ഞ കാണാനില്ലല്ലോ എടാ. മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടായിരുന്നു, മമ്മൂട്ടി ടർബോ കണ്ടിട്ടില്ല. കൂട്ടുകാരന്മാര് പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് പടത്തിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ പറഞ്ഞായിരുന്നു? പോയൊരു തീയാന്ന് പറഞ്ഞ പടം. തീയാന്ന് പറഞ്ഞു. ഈ ഒരു പ്രായത്തിൽ 73-ാമത്തെ വയസ്സിലും അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്ന ഓരോ സംഘടന രംഗങ്ങളും അതിനെ കുറിച്ച് കൂട്ടുകാരന്മാരെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? പടം കംപ്ലീറ്റ് ചെയ്യണം, മമ്മൂട്ടി ചെയ്യാൻ തന്നെ പറഞ്ഞു. മാസ് പടം എന്ന് പറഞ്ഞായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ കട്ട വെയിറ്റിംഗിലായിരുന്നു. പിന്നെ 100%. നാളെ പോവാൻ നിൽക്കാൻ ഒരു പരീക്ഷ ഉണ്ടായി, നാളെ പോവാൻ. ഈ അവധിക്കാലമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുളിക്കാനും കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ക്ഷേത്രക്കുളമാണോ ഈ ക്ഷേത്രക്കുളത്തിന്റെ പേര്? പുതിയ ക്ഷേത്രമല്ലേ? ഇവിടെ ഫുള്ള് എൻജോയ്മെന്റ് ആണ് അല്ലെ? ശരിക്കും മാസാണ് പിള്ളേരൊക്കെ മാസാണ് അല്ലെ? നിങ്ങൾക്ക് ഭയങ്കര എൻജോയിങ് ആണ് ഈ ഒരു കുളത്തില്? എല്ലാ ദിവസവും വരാറുണ്ടോ? ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നടനോട് ഈ ഒരു സിനിമയുടെ ഒരു ട്രെയിലർ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ഇഷ്ടം കൂടിയോ കുറഞ്ഞോ? 73 ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ചെറുപ്പക്കാരെക്കാളും വലിയൊരു തോതിലുള്ള സംഘടന രംഗങ്ങളാണ് ഇതിന് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിലെ ട്രെയിലറിന്റെ അതില് വില്ലൻ കഥാപാത്രത്തെ കണ്ടപ്പോൾ എന്താണ് തോന്നിയിരിക്കുന്നത്? ഷെട്ടി അദ്ദേഹത്തിന്റെ ശരീരം വെച്ചാണോ? ഒത്തിരി ആളുകൾ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരം വളരെ സ്കെൽറ്റാണ്, വില്ലൻ പോരാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതെ 100%. എന്തായാലും നിങ്ങൾ ചിത്രം കാണാൻ ഇന്ന് തന്നെ പോകുന്നുള്ളൂ. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്.